ഞങ്ങൾ ഈ പറയുന്നതല്ലാതെ ഞങ്ങൾ ബി ജെ പിയുമായിട്ട് ആരെ കണ്ടു, ആരുമായിട്ട് സംസാരിച്ചു, ഇതൊന്നും പറയാതെ ബി ജെ പിയുടെ ബി ടീമാണ്. ഞാനീ പറയുന്ന ഇവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ളൊരു ആക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിന് മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു ഭരണശൈലിയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ 2020 എല്ലാവർക്കും ഭയമായി. ഇനി ബി ജെ പിയുടെ നേതാക്കന്മാർ രാജഗോപാൽ ഇവരൊക്കെ കുടുംബ സുഹൃത്തുക്കളായിട്ടിരുന്ന ആളുകളാണ്. പൊതുവെ 2020യെ കുറിച്ച് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഈ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനങ്ങൾക്ക് അതീതമൊന്നും അല്ലല്ലോ 2020. പലതരത്തിലുള്ള വിമർശനങ്ങൾ താങ്കൾ കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു കൊടും വിഷമാണ് 2020 എന്നുള്ളൊരു ആരോപണം. ഈ ആരോപണത്തെയൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇതിൽ ഇപ്പോൾ ഈ 2020യുടെ വരവോട് കൂടിയിട്ട് നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോയി എന്നുള്ളതാണത്. ഇതിനു മുമ്പുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇടത് ഭരിക്കുന്നു, വലത് ഭരിക്കുന്നു, അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്നു. ഇവരെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഇവരെല്ലാവരും ഒരുപോലെയാണ്, പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ഒരുപോലെയാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയും അതിന് മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു ഭരണശൈലിയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ 2020 എല്ലാവർക്കും ഭയമായി. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പല രീതിയിലുള്ള ആരോപണങ്ങൾ ആദ്യം തുടങ്ങിയിടയ്ക്ക് കോർപ്പറേറ്റ് ഭരണം എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചത്. പിന്നെ ഏകാധിപത്യ ഭരണമായി, അത് ബ്രിട്ടീഷ് ഭരണമായി, CSR ഭരണമായി. അപ്പോൾ പല രീതിയിൽ ഇവർ ആക്ഷേപം നടത്തിയിട്ടും ജനങ്ങൾ ഇതൊന്നും വിശ്വസിച്ചില്ല എന്നുള്ളതാണത്. ഒരു പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം വിജയം വരിക്കുന്നു. ഇപ്പോൾ ഈ തവണയും ഞങ്ങൾ ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിട്ട് പോകുമ്പോൾ അവർ അതിനെ തടയിടാനായിട്ട് ഉപയോഗിക്കുന്ന പല മാർഗങ്ങളിലൊന്നാണത് ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊടും വിഷമാണെന്നൊക്കെ. എനിക്ക് ഇക്കാര്യത്തിൽ ചോദിക്കാനുള്ളത്, ഇവർ ഈ ആക്ഷേപങ്ങൾ ആർക്ക് വേണമെങ്കിലും ആരെപ്പറ്റിയും പറയാം. പക്ഷേ ഞങ്ങളിപ്പോൾ 13 വർഷമായി ഈ പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഈ നാടിന് എന്തെങ്കിലും ദൂഷ്യമുണ്ടായതായിട്ട് ഇവർക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണത്. ചിലർ വർഗീയപരമായിട്ട് ഞങ്ങളെ മാറ്റും. ബി ജെ പിയുടെ ബി ടീമാണെന്ന് പറയും, ചിലപ്പോൾ CPMൻ്റെ ബി ടീമാണെന്ന് പറയും, ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഇത് പരസ്പരം ഇവർ ഒരു ധാരണയിൽ ഇവരെല്ലാവരും കൂടി ഞങ്ങളെ ആക്രമിക്കുന്നു എന്നേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വരുമായിരുന്നു. സംഘപരിവാറിന് ചുവടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് 2020 എന്നുള്ള ആരോപണമുണ്ട്. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 മതവിഭാഗങ്ങൾ ഏതാണ്ട് തുല്യ ശക്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം നമുക്കിപ്പോൾ പോപ്പുലേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വിഭാഗം കൂടുതലായിരിക്കാം. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 3 മതവിഭാഗങ്ങളെയും നമുക്ക് ഒരിക്കലും ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത അവിടെ അയച്ചുവിടുക. അതിപ്പോൾ എല്ലാ പാർട്ടീനെയും ഇപ്പോൾ CPM ബി ജെ പിയുടെ ബി ടീമാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാത് സമയത്ത് സൗകര്യങ്ങളനുസരിച്ച് ഓരോ പാർട്ടിയും വോട്ട് മേടിക്കാനായിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണത്. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അകത്താൻ അല്ലെങ്കിൽ അവരിലൊരു വെറുപ്പുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ബി ജെ പി. ഞങ്ങൾ ഈ പറയുന്നതല്ലാതെ ഞങ്ങൾ ബി ജെ പിയുമായിട്ട് ആരെ കണ്ടു, ആരുമായിട്ട് സംസാരിച്ചു, ഇതൊന്നും പറയാതെ ബി ജെ പിയുടെ ബി ടീമാണ്. ഞാനീ പറയുന്ന ഇവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ളൊരു ആക്ഷേപം നടത്തുകയുണ്ടായി. ഞാനതിന് തിരിച്ചും മറുപടി നൽകുകയുണ്ടായി. അന്നാണ് ഞാൻ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടെന്ന് തന്നെ അറിയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ കാണുന്നതും അറിയുന്നതും. അപ്പോഴാണ് മനസ്സിലാക്കിയത് ബി ജെ പിക്ക് എറണാകുളം ജില്ലയിൽ 3 ജില്ലാ നേതാക്കന്മാരുണ്ടെന്ന്. ഞാൻ ഇതുവരെ ധരിച്ചിരുന്ന ഒരു ജില്ലയിൽ ഒരു നേതാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിലൊരു ജില്ലാ നേതാവാണ് ഇതുപോലെ ആക്ഷേപം ഉന്നയിച്ചത്. അതല്ലാതെ ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരാൾക്ക് പോലും
2020 പാർട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാരവാഹികളോ സാബു ജേക്കബോ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ എവിടെയെങ്കിലും വെച്ചിട്ട് ഡൽഹിയിൽ വെച്ചിട്ടോ, ഞാൻ ഡൽഹിയിൽ പോയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3 വർഷമെങ്കിലായിട്ടുണ്ടാവണം. ഇനി അല്ലെങ്കിൽ കേരളത്തിൽ ഇവരുടെ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട്, അമിത്ഷാ വരുന്നുണ്ട്, മോഡിജി വരുന്നുണ്ട്, വലിയ വലിയ നേതാക്കന്മാരൊക്കെ. ഇവരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം എവിടെയുള്ളത്? ഞാൻ എവിടെ പോയാലും അറിയാൻ പറ്റില്ലേ? എൻ്റെ ഫോണല്ല ഇവർ ടാപ്പ് ചെയ്യുന്നതാണത്. എൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കി അറിയാൻ പറ്റില്ലേ? അപ്പോൾ ആധികാരികതയില്ലാതെ വെറുതെ ഒരു ആളെ പറ്റി ആക്ഷേപം ഉന്നയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു ഗോസിപ്പ് കേൾക്കുന്നുണ്ട്, മോദിയുമായിട്ടും അമിത്ഷായിട്ടും ഒക്കെ അടുത്ത ബന്ധമാണെന്ന്. ഗോസിപ്പാണ് കേട്ടോ, ഞാൻ അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചേ. ഞാൻ പറയുന്നത് സത്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഈ പറയുന്നവർക്ക് അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, വർഗീയത ഇളക്കി വിടുക. അതല്ലാതെ ഞാൻ മോഡിജിയെ കണ്ടെന്നോ അല്ലെങ്കിൽ അമിത്ഷായെ കണ്ടെന്നോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കണ്ടു എങ്കിൽ ഏറ്റവും ആദ്യം അറിയുന്നത് ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളാണ്. കാരണം ഇവരൊക്കെ നമുക്കങ്ങനെ ആർക്കും ഏതു സമയത്തും ചെന്ന് കാണാവുന്ന ആളുകളല്ല. അപ്പോൾ അവരെ ആരൊക്കെ കാണാൻ വരുന്നുണ്ട്, അവരെ അവിടെ വന്നു പോകുന്ന ആരൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായിട്ട് ഇവർക്കറിയാൻ സാധിക്കും. അപ്പോൾ ഒരു ആധികാരികതയും ഇല്ലാതെ എന്തെങ്കിലും അധിക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വിടുക, അത്രയേ ഉള്ളൂ ഇക്കാര്യത്തിൽ. തുടക്കകാലത്ത് കോൺഗ്രസുമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ മുതലാണ് കോൺഗ്രസുമായിട്ടൊന്ന് തെറ്റിയത്? ഇതിലെ ഈ പല ആളുകളും പറയുന്നുണ്ട് ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് തെറ്റിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് തെറ്റിയത് കൊണ്ടാണ്, ഞാൻ പിണറായി വിജയനുമായിട്ട് അടുപ്പമായിരുന്നു പിന്നീട് അത് ഉടക്കി എന്നെല്ലാം പറയുന്നുണ്ട്. 2020യെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, ഈ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഇവിടെ ഭരിച്ച് ഈ കേരളം കട്ടുമുടിച്ച് സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം, നമ്മളാൽ ആകുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരോട് ആരോടും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും ഒരു നേതാക്കന്മാരോടുമില്ല. പക്ഷേ ആശയപരമായിട്ട് ഇവരുടെ പ്രവൃത്തികളും ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പോൾ LDF ഭരിക്കുന്നു, പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷമാണെങ്കിലും പല കാര്യങ്ങളും ഇവരൊറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ പറ്റി ഇവർ ചൂണ്ടിക്കാണിക്കുന്നില്ല, പരസ്യമായിട്ട് വിമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ കബളിപ്പിച്ച് വിഡ്ഢികളാക്കിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും ആര് എന്ത് അഴിമതി ചെയ്താലും കൊള്ളരുതായ്മ ചെയ്താലും ഞാൻ അതിനെ എതിർക്കുന്നു. അല്ലാതെ എനിക്കിപ്പോൾ കോൺഗ്രസിനോട് പ്രത്യേകിച്ച് എതിർപ്പോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോട് പ്രത്യേകിച്ച് എതിർപ്പോ BJPയോട് അങ്ങനെ ഒരു താല്പര്യം എനിക്കുള്ള ആളല്ല. തെറ്റ് ചെയ്യുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കും. കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പമൊന്നും സൂക്ഷിക്കാറേയില്ല. ഇതിലിപ്പോൾ ഈ ഞങ്ങളുടെ 2020 എന്ന രാഷ്ട്രീയം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാ നേതാക്കന്മാരും, അതിപ്പോൾ KM മാണി സാറ് മുതൽ TM ജേക്കബ്, എല്ലാ പാർട്ടിയുടെയും ഉമ്മൻചാണ്ടി സാറ് എല്ലാവരുമായിട്ട് ഇവരുടെയൊക്കെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്, ഓഫീസുകളിൽ പോയിട്ടുണ്ട്. അത്ര നല്ലൊരു സുഹൃത്ത് ബന്ധം നിലനിർത്തിയിരുന്ന ഒരാളാണ്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിക്കോട്ടെ, പിണറായി വിജയനായിക്കോട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ ആയിക്കോട്ടെ, അതിലുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ടും. ഇതിപ്പോൾ എൻ്റെ പിതാവായിട്ട് ഉണ്ടാക്കിയ ഒരു ബന്ധമാണ്. ഇതിപ്പോൾ ഞാനായിട്ടുണ്ടാക്കിയൊരു ബന്ധമല്ല. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നേരത്തെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ PK വാസുദേവൻ നായർ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും അനിയനും പോലെ അവർ ഉള്ളൊരു ബന്ധമായിരുന്നു അത്. അപ്പോൾ അതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, ഇനി BJPയുടെ നേതാക്കന്മാർ, രാജഗോപാൽ, ഇവരൊക്കെ കുടുംബ സുഹൃത്തുക്കളായിട്ടിരുന്ന ആളുകളാണത്. അപ്പോൾ ഇന്ന പാർട്ടിയിൽ നിന്നല്ല. ഇപ്പോൾ നമ്മുടെ പാണക്കാട് ശിഹാബ് തങ്ങൾ, പുള്ളി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 35 ദിവസം ഞങ്ങളുടെ വീട്ടിൽ
താമസിച്ച് ചികിത്സ നടത്തിയിട്ടുള്ള ഒരാളാണ്. കോടിയേരി സഖാവും അങ്ങനെ കോടിയേരി വന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട്, പിണറായി വന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട്, ഒരുപാട് സിനിമാ നടന്മാർ, ഇപ്പോൾ ശ്രീനിവാസൻ ചികിത്സ നടത്തിയിട്ടുണ്ട്, സുരേഷ് ഗോപി ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആളുകൾ, ജയറാം ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ എൻ്റെ പിതാവിൻ്റെ ഈ ഒരു ബിസിനസ് മേഖലയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഒരു വൈദ്യനെ പോലെ ചികിത്സയിൽ പഠിച്ച് അത് ചികിത്സ നടത്തിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പിണറായി വിജയനുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നതും ഇത്രയും ഒരു വലിയ അടുത്ത ബന്ധം ഉണ്ടാകാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ 2020 വന്നതിന് ശേഷം രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ട് ഇവരെയൊക്കെ ഞാൻ എതിർക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവർക്ക് ഞാനൊരു ശത്രുവായി. അപ്പോൾ ഞാനത് വീണ്ടും ചെന്ന് ആരെയും വീണ്ടും ചെന്നല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ പാച്ചപ്പ് ചെയ്യാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണത്.